വെയിലത്ത് പാടുകയില്ല. കൈ രണ്ടും നീട്ടിക്കൊടുത്തു. ക്രിസ്തു പറഞ്ഞതൊക്കെ ചരിത്രത്തിൽ മുഴക്കവും ചലനവും സൃഷ്ടിച്ച ആപ്തവാക്യങ്ങളായി മാറ്റപ്പെട്ടു. ക്രിസ്തു ശാന്തത ചിന്തുന്ന സുന്ദരമായ വദനത്തോടുകൂടെ ഇരുകരങ്ങൾ കൊണ്ടും മരണത്തെ വാരിപ്പുണർന്നു. വിസ്താരം കഴിഞ്ഞു. ലോകത്തിലെ സകല നിയമത്തിനും റോമൻ നിയമത്തോട് കടപ്പാടുണ്ട്. ഭാരതത്തിന്റെ വിസ്തൃതമായ ഭരണഘടനയ്ക്ക് ബ്രിട്ടന്റെ അലിഖിതമായ ഭരണഘടനയോടുകൂടെ കടപ്പാടുണ്ട്. ഞാനിങ്ങനെ വലിച്ചു നീട്ടുകയല്ല. കാസർഗോഡ് നിന്ന് ആരംഭിച്ച പ്രചാരണ ജാഥ ഇവിടെ വരികയും ഞാൻ എൻ്റെ സന്ദേശം സമാപിപ്പിക്കുകയും ചെയ്യും. പ്രമുഖ വ്യക്തിത്വങ്ങൾ നിങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കും. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് ഇടതുവശത്തുകൂടെ ഇന്ത്യയിൽ വാഹനം ഓടിക്കുന്നത്? ഒറ്റ ഉത്തരമേ ഉള്ളൂ. ഇവിടെ ബ്രിട്ടീഷുകാർ ഭരിച്ചു. ബ്രിട്ടീഷുകാർ ഞങ്ങളുടെ അമ്മാച്ചന്റെ കൊച്ചുമോനൊന്നുമല്ല. ഇങ്ങനെ പറയാൻ ഒരു പാർട്ടി പറഞ്ഞെന്നുള്ളൂ. പ്രത്യേകിച്ച് സ്നേഹമൊന്നുമില്ല. ഞങ്ങളുടെ സമുദായത്തിൽപ്പെട്ട വ്യക്തിയല്ലെങ്കിലും ബ്രിട്ടീഷുകാർക്കെതിരെ സംസാരിച്ചതിന്റെ പേരിൽ എബ്രഹാം മാർത്തോമ മെത്രാപ്പോലീത്തിയ CP രാമസ്വാമി അയ്യരുടെ പോലീസ് അറസ്റ്റ് ചെയ്യാമെന്നൊരു നാട്ടിൽ നിന്നുകൊണ്ടാണ് ഞങ്ങളിത് പ്രസംഗിക്കുന്നത്. ജനിച്ച മണ്ണിനോടും ഉണ്ടചോറിനോടും കൂറ് ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ മരിച്ചു വീഴുന്നത് വരെ അവസാന ശ്വാസത്തിലും ഞങ്ങൾ ഇന്ത്യനായിരിക്കും, പത്തരമാറ്റ് ഭാരതീയരായിരിക്കും, ഒരു സംശയവുമില്ല. ഇടതുവശത്ത് കൂടെ ഓടിക്കുന്നു. എന്തിനേറെ പറയുന്നു, പാലിൽ ചായ പഞ്ചസാര ഇട്ട് കുടിക്കാൻ പഠിപ്പിച്ച ബ്രിട്ടീഷുകാരാണ്. നമ്മുടെ പോലീസുകാരുടെ ഡ്രസ് കോഡ് ഉമ്മൻചാണ്ടി, അദ്ദേഹം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, പണ്ട് ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ ട്രൗസർ മാറ്റി പാൻസ് ആക്കി എന്നല്ലാതെ വലിയ വ്യത്യാസമൊന്നുമില്ല. ഞാൻ ഈ പറഞ്ഞു വന്നത്, ലോകത്തിലെ സകല നിയമങ്ങൾക്കും ബ്രിട്ടീഷ് നിയമത്തോട് റോമൻ നിയമത്തോട് കടപ്പാടുണ്ട്. ആ ബ്രിട്ടന്റെ ഭരണഘടന റോമൻ ഭരണഘടന ഊർജം കൊണ്ട് ഉരുവം കൊണ്ടാണ്. എന്തിനേറെ പറയുന്നു, ലാറ്റിനും ജർമ്മനും ചേർന്നതാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. ആ റോമൻ ഭരണഘടന പറയുന്നു 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുത്. പക്ഷെ ലോകചരിത്രം കണ്ട ഏറ്റവും വലിയ നീതിമാനായ ക്രിസ്തു കേരളത്തിന്റെ സാമൂഹിക നഭസിനെ മാറാലകളെ വകഞ്ഞു മാറ്റി ഭാസുരമാക്കിയ ശ്രീ നാരായണ ഗുരുസ്വാമികൾ ഒരു കല്ലുകൊണ്ട് കപടാഢ്യബോധത്തിന്റെ കരിങ്കോട്ടകളെ അരിയുപ്പുറം ശിവപ്രതിഷ്ഠയിൽ കൂടെ വെല്ലുവിളിച്ച നാരായണ ഗുരുസ്വാമികൾ ക്രിസ്തുവിനെ നോക്കി പറഞ്ഞു, പരമേശ പവിത്രപുത്രനായ ക്രിസ്തു. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സാമൂഹിക പരിഷ്കർത്താവായ ശ്രീ രാജാറാം മോഹൻ റോയ്, യേശുക്രിസ്തു പ്രകാശം പോലെ വിശുദ്ധൻ, കുഞ്ഞാടിനെ പോലെ നിഷ്കളങ്കൻ, നിത്യജീവന്റെ ആഹാരമെന്ന് പറഞ്ഞപ്പോൾ ഹിന്ദുമതത്തെ ആധുനികവൽക്കരിച്ച ഭാരതത്തിന്റെ യശസ് ലോകമത സമ്മേളനത്തിൽ ഉയർത്തിപ്പിടിച്ച സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത്, ഞാൻ യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നതെങ്കിൽ എന്റെ കണ്ണുനീര് കൊണ്ടല്ല, ആ പുണ്യാത്മാവിന്റെ പാദങ്ങൾ ഞാൻ ഹൃദയരക്തം കൊണ്ട് ക്ഷാളനം ചെയ്യുമായിരുന്നു. അങ്ങനെ സമൂഹത്തിന്റെ നാനാ കോണുകളിൽ നിന്ന് നോക്കിക്കൊണ്ട് 1000 നാക്കുകളും 10000 വാക്കുകളും കൊണ്ട് പവിത്രതയുടെ തുലാഭാരം ചാർത്തി നിൽക്കുന്ന ക്രിസ്തുവിനെ റോമൻ കോടതി മരണശിക്ഷയ്ക്ക് വിധിച്ചു. അതിന്റെ ദൈവശാസ്ത്ര കാരണം ബൈബിൾ പറയുന്നു, നാം പാപം സംബന്ധിച്ചു മരിച്ച് നീതിക്കു ജീവിക്കേണ്ടതിന് യേശുക്രിസ്തു അദ്ദേഹത്തിന്റെ ശരീരത്തിന്മേൽ നമ്മുടെ പാപങ്ങൾ ചുമന്നുകൊണ്ട് കുരിശിന്മേൽ കയറി 6 ഇഞ്ച് നീളമുള്ള കാരിരമ്പിന്റെ കീലങ്ങളിൽ റോമൻ ചാട്ടവാറുകൾ ചുറ്റിപ്പിടഞ്ഞ് വലിച്ചു കീറിയ ഒരു കർഷകൻ പച്ചമണ്ണിൽ കൂന്താലുകൊണ്ട് വെട്ടിക്കീറുന്ന മണ്ണിൽ കൂടെ ജലമൊഴുകുന്നത് പോലെ ചാട്ടവാറുകൾ വെട്ടിക്കീറിയ മാംസത്തോടുകളിൽ നിന്നും ഊർന്നിറങ്ങിയ ചുടുനിണ തുള്ളികൾ കട്ടപിടിച്ച് കരുവാളിച്ച് അദ്ദേഹത്തിന്റെ പൂർവ്വഗാമിയായ യെശയ്യാ പ്രവാചകൻ 750 വർഷങ്ങൾക്ക് മുമ്പ് വിളിച്ചു പറഞ്ഞതുപോലെ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് വിരൂപതയുടെ പാരമ്യതയിലാർന്നുകൊണ്ട് ദൈവപുത്രനായ ക്രിസ്തു കത്തിക്കാളുന്ന മേടച്ചൂടിൽ ഒന്ന് പിടയാൻ പോലും ആകാതെ ഉടനെ കടയുന്ന വേദന കടിച്ചമർത്തിക്കൊണ്ട് കിടക്കുമ്പോഴും 2 കള്ളന്മാരുടെ നടുക്ക് കിടക്കുന്ന ക്രിസ്തു ഏത് കള്ളനാണെന്നറിയില്ല. ഒരു കള്ളൻ പറഞ്ഞു, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടെ ഓർക്കണം. കയ്യും കാലും അനക്കാൻ വയ്യാതെ, നാവിടത്തൊന്ന് ശരിക്കുരിയാടാൻ പോലും ആകാതെ, മരണത്തിന്റെ അവസാനത്തെ ബിന്ദുവിനെ നോക്കിക്കൊണ്ട് ക്രിസ്തു കിടക്കുമ്പോഴും ഒരായുസ് മുഴുവൻ തിന്മയുടെ വഴിയിൽ കൂടെ മാത്രം തീർത്ഥാടനം നടത്തി ജീവിതം തീർന്നുപോയൊരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ആശയില്ലാത്ത അവസാന മണിക്കൂറിന്റെ വിനാഴികയിൽ ക്രിസ്തുവിനെ നോക്കി നിലവിളിച്ചപ്പോൾ നരകത്തിന്റെ പടി വലതുകാല് വെച്ച് ചവിട്ടിയവനെ
ഒറ്റ നിമിഷം കൊണ്ട് സ്വർഗത്തിന്റെ നടുവിലേക്ക് പറിച്ചു നട്ട സന്ദേശം ഈ കല്ലിശ്ശേരിയുടെ നെരുവാരത്ത് നിന്നുകൊണ്ട് ആകാശം മുട്ടുന്ന അഭിമാനത്തോടുകൂടെ ഞങ്ങൾ ഉയർത്തി പറയുന്നു. ഒരുപക്ഷെ ജീവിതം തീർന്നുപോയ വ്യക്തിയായിരിക്കാം. മദ്യപാനം കൊണ്ട് സമ്പത്ത് മുഴുവൻ തീർന്ന് ജന്മം കൊടുത്ത കുട്ടികൾക്ക് പോലും വിലയില്ലാതെ എടുക്കാൻ ചരക്കായിരിക്കും. നിങ്ങളെ മനസ്സിലാക്കുന്ന ജീവിത പങ്കാളിയില്ലായിരിക്കാം. നഷ്ടപ്പെട്ട ജീവിതത്തെ തിരിച്ചു പിടിക്കാൻ നിങ്ങളെ ഞങ്ങൾ നസ്രയത്തുകാരനായ ക്രിസ്തുവിലേക്ക് ആഹ്വാനം ചെയ്യുന്നു. നിങ്ങൾ ഏത് മതത്തിലും പെട്ട വ്യക്തിയാകട്ടെ, ഒരു മതനേതാവിനെ ഞങ്ങളിവിടെ പരിചയപ്പെടുത്തുന്നില്ല. ഒരു പള്ളിയുടെ മതിൽക്കെട്ടിനകത്തേക്ക് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നില്ല. അങ്ങോട്ട് ചെന്ന് വിളിക്കാൻ പറയുന്ന ഒരു ക്രിസ്തുവല്ല, പാപിയെ തേടി ഇങ്ങോട്ട് വന്നൊരു വ്യക്തിവിശേഷത്തെ ഞങ്ങൾ ഇവിടെ പരിചയപ്പെടുത്തുന്നു. പാപമോചനത്തിന്റെ പരശതം പന്താവുകളുടെ പരക്കം പാഞ്ഞ മനുഷ്യന്റെ മതദർശനങ്ങളുടെ വഴിത്താരങ്ങൾ സഞ്ചരിച്ച് നൂറിടങ്ങളിലെത്തി മാനവവർഗത്തെ അനിശ്ചിതത്വത്തിന്റെ തുറസിന്റെ നടുവിൽ കൂട്ടിമുട്ടിക്കുമ്പോൾ അനിശ്ചിതത്വത്തിലല്ല, പാപമോചനത്തിന്റെ വ്യക്തമായ മാർഗരേഖ ബൈബിൾ മനുഷ്യവർഗത്തിന്റെ മുമ്പിൽ വിളംബരം ചെയ്യുന്നു. ക്രിസ്തു അടക്കപ്പെട്ടു. 150 മുതൽ പാലസ്തീനിലെ കല്ലറയുടെ കല്ല് ചരിത്ര ഗവേഷകന്മാര് ഗവേഷണം ചെയ്തിട്ട് പറഞ്ഞ കണക്ക് ഞാൻ പറഞ്ഞത്. 150 മുതൽ 200 വരെ ടൺ ഭാരം വരുന്ന കല്ലുകൊണ്ട് കല്ലറ അടച്ചു വെച്ചു. തലങ്ങും വിലങ്ങും ചങ്ങല എന്നൊക്കെ പറയുമ്പോഴും 2 ചരട് വെച്ചു. ഞാൻ അങ്ങനെയാണ് വായിച്ചിട്ടുള്ളത്. ചരടാണെങ്കിലും കളിമണ്ണ് കൊണ്ട് മുദ്ര വെച്ചു. വെച്ച മുദ്ര കളിമണ്ണാണ്, പക്ഷെ അതിന്റെ മുകളിൽ പതിച്ചത് റോമൻ മുദ്രയാണ്.